ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലും മീഡിയാസിലൊക്കെ നിരോധന ലഹരിവസ്തുമായിട്ട് പിടിക്കപ്പെടുന്ന പ്രമുഖരുടെ വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഇത്തരം പ്രമുഖ വ്യക്തികൾ സിമ്പിളായിട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഇവർ വല്ല പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെ പ്രിവിലേജിൻ്റെയോ വല്ല സാമൂഹിക സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഇത്തരം കേസുകൾ തീരുമാനിക്കപ്പെടുന്നത് NDPS ആക്ട് മുഖാന്തരമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് ഇത്തരം കേസുകളിൽ ജാമ്യമായാലും ശിക്ഷയായാലും നിയന്ത്രിക്കപ്പെടുന്നത്. NDPS ആക്ട് പ്രകാരം ഓരോ നിരോധന ലഹരി വസ്തുക്കളും കൈവശം വയ്ക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ജാമ്യം കൊടുക്കണോ അല്ലെങ്കിൽ ശിക്ഷ ഏത് രീതിയിലാണോ ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. കഞ്ചാവിൻ്റെ കേസിലാണെങ്കിൽ അത് നോർമൽ കഞ്ചാവായാലും ഹൈബ്രിഡ് കഞ്ചാവായാലും 1 kg വരെ കൈവശം വയ്ക്കുകയാണെങ്കിൽ അത് സ്മോൾ ക്വാണ്ടിറ്റി അഥവാ ചെറിയ അളവിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ കണക്കാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ജാമ്യവും ശിക്ഷയും തീരുമാനിക്കപ്പെടുന്നത്. 1 kg മുതൽ 20 kg വരെ നിങ്ങൾ കൈവശം വയ്ക്കുകയാണെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി അഥവാ ഇടത്തരം ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കപ്പെടും. 20 kg മുതൽ മുകളിലോട്ട് എത്ര കൈവശം വെച്ചാലും അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്, അത് വാണിജ്യ ആവശ്യത്തിന് കൈവശം വെച്ചു എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ശിക്ഷയിൽ കൃത്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ 1 kg വരെ ആണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം ശിക്ഷയും 10,000 രൂപ വരെ പിഴയുണ്ടാവും. ഇത് രണ്ടും അനുഭവിക്കണം എന്ന രീതിയിലായിരിക്കും. ഇത്തരം കേസുകൾ മിക്കവാറും ആളുകൾ ഫൈൻ അടച്ചിട്ടാണ് ആളുകൾ പുറത്തിറങ്ങി ശിക്ഷ ഇളവ് ലഭിക്കാറുണ്ട്. എന്നാൽ 1 kg മുതൽ 20 kg വരെയുള്ള കേസുകളിൽ കുറച്ചുകൂടി ശിക്ഷ അധികരിക്കും. അതായത് ജാമ്യം കൊടുക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിനില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ റിമാൻഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും 10 വർഷം വരെ തടവും 1 ലക്ഷം വരെ ഫൈനും കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഇത് രണ്ടും. മൂന്നാമത്തെ കേസുകൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്, 20 kgക്ക് മുകളിലോട്ട്. ഇത്തരം കേസുകളിൽ നല്ല കഠിനമായ ശിക്ഷയായിരിക്കും. 20 വർഷം വരെ ശിക്ഷയും അതുപോലെ തന്നെ 2 ലക്ഷം വരെ ഫൈനും ഉണ്ടാകും. ഇത് രണ്ടും. രാസലഹരിയായ MDMA കാര്യത്തിൽ 0.5 വരെ സ്മോൾ ക്വാണ്ടിറ്റി ഗണത്തിലും 0.5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ഇൻ്റർമീഡിയറ്റ് ഗണത്തിലും 10 ഗ്രാം മുതൽ മുകളിലോട്ടൊക്കെ കൊമേഴ്ഷ്യൽ അതായത് വാണിജ്യ ഗണത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ജാമ്യത്തിനായാലും ശിക്ഷയുടെ ആയാലും ഗ്രാമിൻ്റെ എത്രത്തോളം നിരോധന ലഹരി വസ്തു കൈവശം വെച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത്. അത് 0.5 വരെ ആണെങ്കിൽ 6 മാസം വരെ ശിക്ഷയും 10,000 വരെ ഫൈനും ഉണ്ടാവും. അല്ലെങ്കിൽ രണ്ടും. ഇൻ്റർമീഡിയറ്റ് കേസുകളിൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ ഫൈനും ഉണ്ടാവും. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളിൽ 20 വർഷം വരെ തടവും 2 ലക്ഷം ഫൈനും ഉണ്ടാവും. ഇനി ഇത്തരം കേസുകളിൽ നിങ്ങൾ മാധ്യമത്തിലോ മീഡിയസിലോ കാണുമ്പോൾ ഇവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങാമെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിക്കേണ്ടത് സ്മോൾ ക്വാണ്ടിറ്റി ആണോ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആണോ അതോ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണോ കൈവശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇവർക്ക് ജാമ്യം കിട്ടുന്നുണ്ടാവുക. അല്ലാതെ സ്വാധീനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മനസ്സിലാക്കുക.